സ്വന്തം വീടും പരിസരവും വിട്ട് തികച്ചും അപരിചിതമായ അന്തരീക്ഷത്തിലേക്ക് മാറുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. നമ്മുടെ സമൂഹത്തിൽ വിവാഹശേഷം സ്ത്രീകൾക്ക് ഇത്തരം പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരാറുണ്ട്. ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഭർത്തൃ വീട്ടിലെ ഒറ്റപ്പെടൽ, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ, അമിതമായ ഗാർഹിക ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവുമായുള്ള ആശയവിനിമയക്കുറവ്, ഭർത്താവുമായോ കുടുംബാംഗങ്ങളുമായോ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് വഴിമാറുന്ന കാഴ്ച, ഒടുവിൽ കലഹവും ആത്മഹത്യയും ഉണ്ടാകുന്ന സംഭവങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 യുവതികളാണ് ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയത്. ഇതോടൊപ്പം കണ്ണൂരിൽ നൃത്താധ്യാപികയായ നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച കേസും. എന്താണ് ഈ യുവതികളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കാസർഗോഡ് കുറ്റിക്കോലിലെ അശ്വതിയും പറക്കളായി സ്വദേശി രൂപേഷും ഉറ്റ ബന്ധുക്കളാണ്. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവർ. പിന്നീട് ഇരുവരും തമ്മിൽ രക്തബന്ധങ്ങളെക്കാൾ അപ്പുറം അടുപ്പമായി. അത് പിന്നീട് പ്രണയമായി വളർന്നു. പക്ഷേ സഹോദരിമാരുടെ മക്കൾ തമ്മിലുള്ള പ്രണയത്തെ വീട്ടുകാർ ഒന്നടങ്കം എതിർത്തു. എന്നാൽ ബന്ധുക്കളുടെ എതിർപ്പിനെ മറികടന്ന് അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വിവാഹം നടന്നെങ്കിലും പല രീതിയിലുള്ള കുത്തുവാക്കുകളും ഒറ്റപ്പെടലും അശ്വതിക്ക് നേരിടേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം യുവതിയെ വീട്ടിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറലോകം അറിയുന്നത്. ഒടുവിൽ ആശുപത്രി ചികിത്സയിലേക്ക് അവൾ മരണത്തിന് കീഴടങ്ങി. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയും മുൻപാണ് ആത്മഹത്യ. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ അശ്വതിയെ മെയ് 18-നാണ് താമസ സ്ഥലത്ത് വിഷമുള്ളിൽ ചെന്ന് അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും നില ഗുരുതരമായതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരണം സംഭവിച്ചത്. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശിനിയായ അശ്വതിയുടെ വിവാഹം കഴിഞ്ഞ 4-ാം തീയതിയാണ് നടന്നത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷാണ് ഭർത്താവ്. വിവാഹത്തിനു ശേഷം വെറും 3 ആഴ്ചയ്ക്ക് ശേഷമുണ്ടായ യുവതിയുടെ മരണം ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും ഒരുപോലെ വേദനയിലാഴ്ത്തി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവതിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. BNS-ലെ 194 വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിന്റെ അന്വേഷണം SI MB രാജന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. അശ്വതിയുടെ മരണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. കുടുംബ പ്രശ്നങ്ങളോ മറ്റു മാനസിക സമ്മർദ്ദങ്ങളോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ജില്ലയിൽ ഗാർഹിക പീഡന മരണങ്ങൾ തുടർക്കഥയാകുന്നത് കനത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. ഒരാഴ്ചക്കിടെ മാത്രം 3 യുവതികളാണ് ജീവനൊടുക്കിയത്. ആദൂർ പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീന, പാണലത്തെ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുബൈദ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭർത്തൃ വീട്ടിലെ നിരന്തര പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയത്. സുബൈദയ്ക്ക് ഭർത്തൃ വീട്ടിൽ നിന്നും സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം ശാരീരികമായും മാനസികമായും പീഡനം ഏൽക്കേണ്ടി വന്നതായാണ് പരാതി. ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് സുബൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് KA മുഹമ്മദ് ആദിൽ റിമാൻഡിലാണ്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കേസിലെ പ്രധാന പ്രതിയായ ആദിലിന്റെ മാതാവ് ആയിഷയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവായ സുബൈദ 1-ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു കടുംകൈ ചെയ്തത്. 10 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു സുബൈദയുടെയും ആദിലിന്റെയും വിവാഹം.
കുട്ടികൾ ഇല്ലാത്തതിന്റെ പേരിലുള്ള പീഡനമാണ് ചരലടക്ക സ്വദേശി സെറീനയുടെ മരണത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഭർത്താവിനോടൊപ്പം താമസിച്ചിരുന്ന സെറീനയെ പള്ളപ്പാടിയിലെ വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ FIR-ൽ പരാമർശമുണ്ടെങ്കിലും ഇതുവരെ ഇവർക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. 4ാം വിവാഹ വാർഷികമായ മെയ് 29-ന് 2 ദിവസം മുമ്പാണ് സെറീന ജീവനൊടുക്കിയത്. ആദൂർ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. നീ ഒരു പെണ്ണല്ലേ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. പുതിയ വീട്ടിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ അല്പം സമയമെടുക്കും. വിവാഹത്തിന് ശേഷം യുവതികൾ ഇങ്ങനെയുള്ള പല ഉപദേശങ്ങളും കേൾക്കാറുണ്ട്. ഭർത്തൃ വീട്ടിലെ സാഹചര്യങ്ങളും ചുറ്റുപാടുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലും ഗാർഹിക പീഡനവും ഒക്കെ ഉണ്ടായാലും സ്വന്തം വീട്ടുകാർ പോലും അത് മനസ്സിലാക്കില്ല. കണ്ണൂരിൽ നൃത്താധ്യാപികയായ നവവധുവിനെ ഭർത്തൃ വീട്ടിൽ തൂങ്ങിയ മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിലും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുന്നു. തളിപ്പറമ്പ് സ്വദേശിനി സാന്ദ്രയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയിൽ ജനാലക്കമ്പിയിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30-യോടെയാണ് സംഭവം. കരിമ്പത്തെ ആകാശ് മോഹനുമായി 4 മാസം മുമ്പായിരുന്നു സാന്ദ്ര താരയുടെ വിവാഹം. പ്രദേശത്തെ അറിയപ്പെടുന്ന നൃത്ത അധ്യാപിക കൂടിയായിരുന്നു 22-കാരിയായ സാന്ദ്ര താര. സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ഇതിനുള്ള കാരണം വ്യക്തമല്ല. കാര്യമായ കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് വിവരം. കൊല്ലം സ്വദേശികളാണ് സാന്ദ്ര താരയുടെ മാതാപിതാക്കളായ രമേശനും താരയും. ഇവർ നേരത്തെ പറശ്ശിനിത്തലയിലായിരുന്നു താമസം. പിന്നീട് ബാവുപ്പറമ്പിലേക്ക് താമസം മാറിയിരുന്നു. കണ്ണൂർ ഗവൺമെന്റ് കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശനിയാഴ്ച രാവിലെ മഞ്ചാൽ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. സൂര്യജിത്ത് സഹോദരനാണ്. ന്യൂസ് 18 കണ്ണൂർ. ഒരു ദിവസം 100 കണക്കിന് ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ. കുടുംബ പ്രശ്നങ്ങളും ജോലി ആവശ്യവും ഒക്കെയായി നിരവധി പേർ അവരെ സമീപിക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുമെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പ്രക്ഷോഭ് വത്സരമെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ച CPM-നെ പ്രതിരോധത്തിലാക്കി പ്രാദേശിക നേതാവിനെതിരെ ആരോപണം. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ജോലി വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ DYFI നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 13ാം വാർഡ് മെമ്പറും DYFI നേതാവുമായ സുജിത്ത് ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് കേസ്. പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് 13ാം വാർഡ് മെമ്പറും DYFI നേതാവുമായ ചങ്ങത്തൊടിയിൽ സുജിത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതായ യുവതിയുടെ പരാതിയിലാണ് ശ്രീകൃഷ്ണപുരം പോലീസിന്റെ നടപടി. പരാതിക്കാരിയായ 23-കാരി ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ്. 2025 മാർച്ച് മുതൽ 2026 മെയ് 25 വരെയുള്ള കാലയളവിൽ ചാത്തൻകുന്നിലെ പ്രതിയുടെ വീട്ടിൽ വെച്ചും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ വെച്ചും പലപ്പോഴായി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുജിത്ത് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സുജിത്തിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്.
സുജിത്ത് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJPയും കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തി. ഗ്രീക്ക് സമരത്തിന് ഇതൊരു ഭൂഷണമാണോ? ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ ഇതറിഞ്ഞില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ സംഭവം മാത്രമല്ലത്, ഈ കാര്യം തന്നെ ഇത് കുറേയായി പോഞ്ഞുകൊണ്ടിരിക്കുക. പരാതിക്കാരിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കുട്ടിക്കാലം മുതൽ മോഷണം പതിവാക്കിയ ചരിത്രമുള്ള ക്രിസ്റ്റൽ രാജ് തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി. കൊക്ക് സതീഷ് എന്നാണ് വിളിപ്പേര്. ജനലിലൂടെ കൊക്കിനെ പോലെ മൊബൈൽ എടുക്കാൻ ബിരുദൻ. 18-ാം വയസ്സിൽ മൊബൈൽ മോഷ്ടിച്ചുകൊണ്ടാണ് ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ തുടക്കം. അയൽവാസിയായ മാനസിക വെല്ലുവിളിയുള്ള 60-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി. എന്നാൽ ക്രിസ്റ്റൽ രാജ് എന്ന പേര് നമ്മൾ കേട്ടത് 2023 സെപ്റ്റംബർ 7-നാണ്. ആലുവയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പിടിക്കപ്പെട്ടതോടെ ഈ പേര് മലയാളികൾക്ക് പേടി സ്വപ്നമാണ്. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ക്രിസ്റ്റൽ രാജിന് കോടതി വിധിച്ചത് മാതൃകാപരമായ ശിക്ഷയാണ്. പ്രതിക്ക് 2 ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പെരുമ്പാവൂർ അതിവേഗ പോക്സോ കോടതി വിധിച്ചത്. സെപ്റ്റംബർ 7-നാണ് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇയാൾ പീഡിപ്പിച്ചത്. രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് മോഷണ ലക്ഷ്യമിട്ടായിരുന്നു. അതിനിടെയാണ് തട്ടിക്കൊണ്ടുപോകലും പീഡനവും നടന്നത്. രാത്രി കുട്ടിയുടെ വീട്ടിലെത്തിയ പ്രതി ജനലിലൂടെ അകത്തേക്ക് കൈകടത്തി വാതിൽ തുറന്ന ശേഷം അവിടെ ഇരുന്ന മൊബൈൽ ഫോണാണ് ആദ്യം എടുത്തത്. ഇതിനിടെ കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് കുട്ടിയുമായി പുറത്തേക്കിറങ്ങി ഇടവഴികളും മറ്റും കടന്ന് പാടത്തെത്തി. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോൺ അപ്പോൾ ഓണായിരുന്നു. അതിനാൽ കുറ്റകൃത്യത്തിന് ശേഷം പ്രതി ആലുവ മാർവൻ ജംഗ്ഷൻ വരെ എത്തിയത് മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കി പോലീസ് മനസ്സിലാക്കി. അങ്ങനെയാണ് പരമാവധി CCTV ദൃശ്യം ശേഖരിച്ചത്. 8 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് പാടത്ത് ഉപേക്ഷിച്ച കേസിലെ പ്രതി ക്രിസ്റ്റൽ രാജിനെ കുടുക്കിയത് മൊബൈൽ ഫോണായിരുന്നു. രാത്രിയിൽ കുട്ടിയുടെ വീട്ടിൽ നിന്നെടുത്ത മൊബൈലിന്റെ ടവർ ലൊക്കേഷനാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പതിനെട്ടാം വയസ്സിൽ മൊബൈൽ മോഷ്ടിച്ചുകൊണ്ടാണ് ക്രിസ്റ്റൽ രാജ് ക്രിമിനൽ ജീവിതത്തിന് തുടക്കമിട്ടത്. 2017 സമീപവാസിയായ വയോധികയെ പീഡിപ്പിച്ച കേസിൽ നെയ്യാറ്റിൻകര കോടതിയിൽ വിചാരണ ആരംഭിച്ചെങ്കിലും ആദ്യഘട്ടത്തിന് ശേഷം ഒളിവിൽ പോയി. പെരുമ്പാവൂർ സ്റ്റേഷനിൽ 2021-2022 വർഷങ്ങളിൽ 2 മോഷണ കേസുകൾ ക്രിസ്റ്റലിന്റെ പേരിലുണ്ട്. ജനലിലൂടെ കൊക്കിനെ പോലെ മൊബൈൽ എടുക്കാൻ ബിരുദനാണ് ക്രിസ്റ്റൽ. അതുകൊണ്ടാണ് കൊക്ക് സതീഷ് എന്ന പേര് ഈ മോഷ്ടാവിന് കിട്ടിയത്. പകൽ മുഴുവൻ വീട്ടിൽ തങ്ങുന്ന ഇയാൾ രാത്രി സമയത്ത് മാത്രമാണ് പുറത്തിറങ്ങാറുള്ളത്. മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നതാണ് സതീഷ് എന്ന ക്രിസ്റ്റൽ രാജിന്റെ ഹോബി. ഇയാളുടെ വീട്ടിൽ മോഷ്ടിച്ചു കൊണ്ടുവന്ന നിരവധി മൊബൈൽ ഫോണുകളുണ്ട്. ന്യൂസ് 18 പെരുമ്പാവൂർ. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളും. ഇവിടെ ഭീതിയോടെയാണ് നാട്ടുകാരുടെ ജീവിതം. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ വലിയ ആശങ്കയോടെയാണ് കഴിയുന്നത്. 1 വർഷം മുൻപ് പെരുമ്പാവൂരിൽ 5 വയസ്സുകാരിയെ മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. കേസിൽ പ്രതിക്ക് കോടതി 72 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ബീഹാർ സ്വദേശി നജീർ മിയാൻ 1,90,000 രൂപ പിഴയടയ്ക്കണമെന്നും പെരുമ്പാവൂർ അതിവേഗ പോക്സോ കോടതിയുടെ ഉത്തരവിലുണ്ട്.
2025 ജനുവരി 17-നാണ് കേസിനാസ്പദമായ സംഭവം. കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓടക്കാലി കോട്ടച്ചിറയിലെ പ്ലൈവുഡ് കമ്പനിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു പ്രതി. ഇവിടെ ജോലി ചെയ്തു വന്ന അതിഥി തൊഴിലാളിയുടെ 5 വയസ്സുള്ള മകളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത്. പിതാവിനെ അന്വേഷിച്ച് പ്ലൈവുഡ് കമ്പനിയിലെത്തിയ കുട്ടിയെ പ്രതി മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. രക്ഷകർത്താക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കുറുപ്പമ്പടി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 5 വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 3 വകുപ്പുകളിൽ 20 വർഷം വീതം കഠിന തടവും 50,000 രൂപ വീതം പിഴയുമാണ് ശിക്ഷ. മറ്റ് 2 വകുപ്പുകളിൽ യഥാക്രമം 5 വർഷവും 7 വർഷവും വീതം തടവും 20,000 രൂപ വീതം പിഴയും ശിക്ഷിച്ചിട്ടുണ്ട്. ശിക്ഷാ കാലാവധി ഒന്നിച്ചനുഭവിച്ചാൽ മതി. പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സിന്ധുവാണ് ഹാജരായത്. ന്യൂസ് 18 പെരുമ്പാവൂർ. സ്ത്രീകളുമായി അടുപ്പം പുലർത്തി അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ചില പുരുഷന്മാരുണ്ട്. കാഴ്ചയിൽ മാന്യന്മാർ, നല്ല പെരുമാറ്റം, ഏത് സമയത്തും സഹായം ചെയ്യാൻ സന്നദ്ധർ. അങ്ങനെ വിശ്വാസം നേടിയെടുത്ത ശേഷം ലൈംഗികമായി പീഡിപ്പിക്കും. പാലക്കാട് കൊപ്പം സ്വദേശി ദേവരാജൻ അവിവാഹിതയായ യുവതിയെ സൗഹൃദം നടിച്ചാണ് പീഡിപ്പിച്ചത്. കേസിൽ 4 വർഷത്തിന് ശേഷം പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി ദേവരാജന് 12 വർഷം കഠിന തടവും പിഴയുമാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. ലാണ് കേസിനാസ്പദമായ സംഭവം. കോപ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവിവാഹിതയായ സ്ത്രീയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിലാണ് കോപ്പം അമയൂർ സ്വദേശി കല്ലിടുമ്പിൽ തേക്കതിൽ 45 വയസ്സുകാരൻ ദേവരാജനെ 12 വർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചത്. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ദിനേശ് എൻ പിള്ളയാണ് ശിക്ഷ വിധിച്ചത്. തടവിന് പുറമെ 40,000 രൂപ പിഴയും അടയ്ക്കണം. പിഴസംഖ്യ ഇരക്കി നൽകണമെന്ന് വിധിയിലുണ്ട്. സബ് ഇൻസ്പെക്ടറായിരുന്ന MB രാജേഷാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സന്ദീപ് ഹാജരായി. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ ലൈസൺ ഓഫീസർ ASI S മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. കേസിൽ 16 സാക്ഷികളെയും 21 രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ആലപ്പുഴ കായംകുളത്ത് സ്വർണം കവർന്ന ശേഷം വയോധികയെ കായലിൽ ജീവനോടെ കെട്ടിത്താഴ്ത്തിയ കേസ് ഏറെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. കുടുംബവുമായുള്ള അടുപ്പം മുതലെടുത്താണ് പ്രതി പ്രകാശൻ കൊല്ലപ്പെട്ട തങ്കമ്മയുടെ വീട്ടിലെത്തിയത്. അതിനിടെയായിരുന്നു കവർച്ചയും കൊലപാതകവും. കേസിൽ പിടിയിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി താമസിക്കുന്ന കനകക്കുന്നിലെ വീട്ടിലും ആഭരണങ്ങൾ വിറ്റ കായംകുളത്തെ സ്വർണ്ണ വ്യാപാരശാലയിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. കൊല്ലപ്പെട്ട തങ്കമ്മയുടെ ബന്ധുവുമായി സൗഹൃദം സ്ഥാപിച്ച പ്രകാശൻ കുറേ നാളത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കൊലപാതകം നടത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് വിവസ്ത്രയാക്കപ്പെട്ട നിലയിൽ വയോധികയുടെ മൃതദേഹം കായലിൽ കണ്ടെത്തിയത്. കൈകാലുകൾ കെട്ടി കഴുത്തിൽ വലിയ കല്ല് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. തുടക്കത്തിൽ തന്നെ കൊലപാതകമാണെന്ന് വ്യക്തമായ കേസിൽ പോലീസിന്റെ തന്ത്രപരമായ അന്വേഷണത്തിലാണ് അയൽവാസിയായ പ്രകാശൻ പിടിയിലായത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കനകക്കുന്നിലെ വീട്ടിലും പ്രകാശൻ ആഭരണങ്ങൾ വിറ്റ കായംകുളത്തെ സ്വർണ്ണ വ്യാപാരശാലയിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. അസഭ്യ വർഷത്തോടെയാണ് നാട്ടുകാർ പ്രകാശനെ വരവേറ്റത്. പ്രതിയുടെ വീട്ടിൽ നിന്നും സ്വർണം വിറ്റ് കിട്ടിയ പണവും ഈ പണം ഉപയോഗിച്ച് പണയത്തിൽ നിന്ന് തിരിച്ചെടുത്ത സ്വർണമാലയും പോലീസ് കണ്ടെടുത്തു. ആറാട്ടുപുഴ കള്ളിക്കാട് സ്വദേശിയായ പ്രകാശൻ
2 വർഷം മുൻപാണ് കനകക്കുന്നിൽ വീടും വസ്തുവും വാങ്ങി താമസം ആരംഭിച്ചത്. തനിച്ചു താമസിക്കുന്ന തങ്കമ്മ എപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുമായിരുന്നു. സ്വർണ്ണമോഷണവും കൊലപാതകവും പ്രകാശൻ നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. തങ്കമ്മയുടെ ബന്ധു രാജേഷുമായി പ്രകാശൻ സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അതുവഴി തങ്കമ്മയുടെ വീട്ടിലും പരിചയമുണ്ടാക്കി. ഗ്യാസ് റിപ്പയർ ചെയ്യാൻ തങ്കമ്മ പ്രകാശനെ വിളിച്ചിരുന്നു. ഇതിനുശേഷമാണ് കൊലപാതകം. 80-കാരിയായ തങ്കമ്മയെ തലയ്ക്ക് പിന്നിലടിച്ച് ബോധരഹിതയാക്കിയ ശേഷം കൈകാലുകൾ ബെഡ്ഷീറ്റും കൈലിയും ഉപയോഗിച്ച് കെട്ടി കായലിൽ താഴ്ത്തുകയായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി. തങ്കമ്മയെ കല്ലുകെട്ടി കായലിൽ താഴ്ത്താൻ ഉപയോഗിച്ച കയറാണ് പ്രതിയിലേക്കെത്താൻ പോലീസിന് സഹായിച്ചത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാറുള്ള ഇത്തരം കയർ ഇടയ്ക്ക് മത്സ്യബന്ധനത്തിന് പോകാറുള്ള പ്രതിയുടെ വീടിന്റെ സമീപത്ത് കണ്ടതായി അയൽവാസികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. തുടർന്ന് പ്രകാശൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത കൂടി കണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര നാട്ടുകാർക്കെല്ലാം പേടി സ്വപ്നമാണ്. അയാൾ ജയിലിന് പുറത്തിറങ്ങിയാൽ ആരെയും കൊലപ്പെടുത്താം. കോടതിയിൽ സാക്ഷ്യമൊഴി നൽകുന്നവരെ അയാൾ നോട്ടമിട്ട് വയ്ക്കും. അതിനാൽ തന്നെ പല സാക്ഷികളും കൂറുമാറുന്നതാണ് പതിവ്. പക്ഷേ ഇരട്ടക്കൊലക്കേസിൽ 46 പേർ ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഈ സാക്ഷിമൊഴികൾ പ്രതി നിഷേധിച്ചു. കൊലപാതക സമയത്ത് കണ്ടു എന്നതുൾപ്പെടെയുള്ള മൊഴികളാണ് നിഷേധിച്ചത്. 2025 ജനുവരി 27-ന് പോത്തുണ്ടി സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അന്തിമ വിചാരണയാണ് ഇപ്പോൾ നടക്കുന്നത്. ആകെ 89 സാക്ഷികളാണ് കേസിലുള്ളത്. 46 സാക്ഷികളുടെ മൊഴി വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ആ മൊഴികളിൽ പ്രതി ചെന്താമരയുടെ വിശദീകരണം എന്താണെന്നാണ് കോടതി ആരാഞ്ഞത്. മൊഴിയിൽ പറയുന്നതൊന്നും സത്യമല്ലെന്നായിരുന്നു ചെന്താമരയുടെ നിലപാട്. 4 മാസത്തിലേറെ തുടർന്നു വരുന്ന സാക്ഷി വിസ്താരമാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി 4-ൽ പൂർത്തിയായത്. നെന്മാറ പോത്തുണ്ടി ബോയിൻ കോളനി സ്വദേശിയായ ചെന്താമര 2019-ലാണ് അയൽവാസി സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയത്. സജിത കൊലക്കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് 2025 ജനുവരി 27-ന് സുധാകരൻ, അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊന്നത്. ഈ ക്രൂരമായ ഇരട്ടക്കൊലപാതകം വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണക്കാരി സജിതയാണെന്ന വിശ്വാസമാണ് ചെന്താമരയുടെ ഭയക്ക് കാരണം. സജിത കൊലക്കേസിൽ ചെന്താമരയ്ക്ക് നേരത്തെ കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. ഈ ശിക്ഷാവിധിക്ക് പിന്നാലെയാണ് ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ കോടതിയിൽ ആരംഭിച്ചത്. 4 മാസത്തിലേറെ നീണ്ടുനിന്ന കൃത്യമായ നടപടികൾക്കൊടുവിലാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കി അന്തിമ വിചാരണയിലേക്ക് കോടതി കടക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ രേഖയിലൂടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധന ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഇതിൽ വീണ വിജയന്റെ ഫോൺ പരിശോധന നിർണായകമാകും. രേഖകൾ പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്കും CMRLനുമായി ബന്ധപ്പെട്ടവർക്കും നോട്ടീസ് നൽകുമെന്നാണ് വിവരം. എക്സാലോജിക് ഇടപാടിന്റെയും CMRL വിവിധ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർക്ക് പണം നൽകിയതിന്റെയും തെളിവുകൾ ഇതിനകം തന്നെ ED ശേഖരിച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് കമ്മീഷന്റെയും ഇതിനെ മുൻനിർത്തിയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ റിപ്പോർട്ടും EDയുടെ പക്കലുണ്ട്. SFIO റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും പരാമർശിച്ചിരുന്നു. മാത്രമല്ല CMRLലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയെല്ലാം നേരത്തെ തന്നെ ED വിശദമായി ചോദ്യം ചെയ്യുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് എക്സാലോജിക്കിന് പുറമെ നടത്തിയ പണമിടപാടുകളുടെ വിവരങ്ങളും EDക്ക് ലഭിച്ചത്. റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്തവയിൽ ഈ വിവരങ്ങൾക്ക് ശക്തിയേകുന്ന രേഖകളും തെളിവുകളുമാണ് ഇനി ED പരിശോധിക്കുക. അത്തരം ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ്
പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായത്. റെയ്ഡിൽ 242 അക്കൗണ്ടുകളിലായി 18.5 കോടിയോളം രൂപ ED മരവിപ്പിച്ചിരുന്നു. രേഖകൾ പരിശോധിച്ചതിനു ശേഷം റെയ്ഡ് സംബന്ധിച്ച് ED ഡയറക്ടറേറ്റിനുള്ള വിശദമായ റിപ്പോർട്ടും അന്വേഷണം നടത്തുന്ന കൊച്ചി സോണൽ ഓഫീസ് കൈമാറും. തുടർന്നായിരിക്കും വീണ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. ശരണസ് കർത്തയെയും CMRL ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യും. CMRL നിന്ന് 2,72 ലക്ഷം രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നാണ് EDയുടെ പ്രതീക്ഷ. വീണയെ കൊണ്ട് തന്നെ ഫോൺ തുറപ്പിച്ച് പരിശോധന നടത്തുന്ന കാര്യം ED ആലോചിക്കുന്നുണ്ട്. ഇത് സാധിക്കുന്നില്ലെങ്കിൽ സ്വന്തം നിലയിൽ ഫോൺ തുറക്കാനാണ് തീരുമാനം. അതിനിടെ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചത്. ED അന്വേഷണം തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കേസിൽ നിലവിൽ SFIO വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമെന്നുമാണ് കമ്പനിയുടെ വാദം. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു അടക്കം 13 പ്രതികളെ ജൂൺ 12 വരെ റിമാൻഡ് ചെയ്തു. അതേസമയം ആക്രമണം നടത്തിയ ദിനകർ എന്ന CPM പ്രവർത്തകനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 20ആയി. IP ബിനു ഉൾപ്പെടെ 6 പേർ കീഴടങ്ങുകയായിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. ബാക്കിയുള്ളവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. മലപ്പുറത്ത് ലോട്ടറി ഏജൻസിയിൽ ആൾമാറാട്ടത്തിലൂടെ ജോലിക്കെത്തി ലോട്ടറി ടിക്കറ്റുകൾ മോഷ്ടിച്ച കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. എടപ്പാളിലെ അമ്മ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ മോഷ്ടിച്ച് പണം തട്ടിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മധുര സ്വദേശി ഗണേശാണ് പിടിയിലായത്. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റുകൾ മോഷ്ടിച്ച് ഇയാൾ പണം തട്ടിയെടുക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് പൊക്കിയത്. വ്യാജവിലാസം ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി ലോട്ടറി ഏജൻസിയിൽ ജോലിക്കാരനായി എത്തുകയും സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റുകൾ കവർന്ന് മുങ്ങുകയും ചെയ്ത മോഷ്ടാവിനെയാണ് ചങ്ങരംകുളം പോലീസ് കോയമ്പത്തൂരിലെത്തി പിടികൂടിയത്. എടപ്പാളിലെ അമ്മ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ഏജൻസിയിലെ മുൻ ജീവനക്കാരനായ തമിഴ്നാട് മധുര സ്വദേശി ഗണേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. 1.5 ലക്ഷത്തോളം രൂപ സമ്മാനത്തുക ലഭിച്ച വ്യത്യസ്ത ലോട്ടറി ടിക്കറ്റുകളുമായാണ് ഗണേഷ് മുങ്ങിയത്. കഴിഞ്ഞ മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം. പത്രപരസ്യം കണ്ടാണ് ഗണേഷ് ജോലി അന്വേഷിച്ച അമ്മ ലോട്ടറി ഏജൻസിയിലെത്തിയത്. എന്നാൽ വ്യാജവിലാസമാണ് ഗണേഷ് കടയുടമയ്ക്ക് നൽകിയത്. മോഷണം നടന്ന ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗണേഷ് നൽകിയ തിരിച്ചറിയൽ രേഖയിലെ മധുരയിലുള്ള വിലാസം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് ഗണേഷ് പിടിയിലായത്. കോയമ്പത്തൂർ കോവെ പീളിമേടിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു ഗണേഷ്. മോഷണത്തിന് ശേഷം തൃശൂരിനും കോട്ടയത്തിനും ഇടയിലുള്ള 20ഓളം ലോട്ടറി ഏജൻസികളിൽ കയറി ടിക്കറ്റുകൾ മാറി ഇയാൾ പണം കൈക്കലാക്കി. ഈ തുക ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം കോട്ടയം, മൂന്നാർ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഉല്ലാസയാത്ര നടത്തിയതായും പോലീസ് പറഞ്ഞു. പണം തീർന്നതോടെ കഴിഞ്ഞ 6 മാസമായി തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ ലോട്ടറി കടകളിൽ ഇയാൾ മാറി മാറി ജോലി ചെയ്തിരുന്നു. പിന്നീടാണ് കോയമ്പത്തൂരിലേക്ക് പോയത്. ചങ്ങരംകുളം പോലീസും തിരൂർ ഡാൻസ് ആഫും സംയുക്തമായാണ് പ്രതിയെ വലയിലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. താരസംഘടനയായ അമ്മയിൽ നാണം കെട്ട ചില ഏർപ്പാടുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പരസ്പരം വിഴുപ്പലക്കലും അവിഹിത കഥകളും ആരോപണങ്ങളും. നടി അൻസുബിയുടെ പരാതി എത്രത്തോളം ഗൗരവമുള്ളതാണ്? എന്തുകൊണ്ടാണ് ആ ആരോപണത്തിൽ
അമ്മ പ്രത്യേക സമിതി രൂപീകരിക്കാത്തത്. അതിനിടെ അമ്മയിലെ തൊഴിൽ പീഡന ആരോപണത്തിൽ ഓഫീസ് സ്റ്റാഫ് അതുല്യ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. നീന കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. അമ്മയിലെ ഓഫീസ് സ്റ്റാഫ് അതുല്യ, ട്രഷറർ ഉണ്ണി ശിവപാലിനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമെതിരെ തൊഴിൽ പീഡന പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. സംഭവം വിവാദമായതോടെ ജനറൽ സെക്രട്ടറി പുറത്താക്കിയ അതുല്യയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജോലിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. ജോലിയിൽ തിരിച്ചു പ്രവേശിച്ചതിന് പിന്നാലെ വീണ്ടും മാനസിക പീഡനവും ഭീഷണിയും ഉണ്ടായതായി അതുല്യ. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ സംഭവവും തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതും ഉൾപ്പെടുത്തിയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ ലേബർ ഓഫീസർക്കും അതുല്യ പരാതി നൽകിയത്. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഒന്നുകിൽ അയാളുടെ ആരെങ്കിലും വരാനിരുന്നിട്ടുണ്ടാവണം, അതിപ്പോ ഞാൻ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവത്തില്ല, അത്രേ ഉള്ളൂ. അതേസമയം അൻസിബയുടെ പരാതിയിൽ പ്രത്യേക സമിതി രൂപീകരിക്കുന്നത് അമ്മ പരിഗണിച്ചേക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ വിഷയം പരിഹരിക്കാനാണ് നീക്കം. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ ചികിത്സാ പിഴവെന്ന് പരാതി. കാലുവേദനയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയിൽ ഞരമ്പ് മുറിഞ്ഞ 72കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതിക്കാണ് ഈ ദുരവസ്ഥ. കുടുംബം DMOയ്ക്ക് പരാതി നൽകി. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും തുടർ ചികിത്സയ്ക്ക് സർക്കാർ സഹായം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കാലുവേദനയെ തുടർന്നാണ് പാർവതി ഈ മാസം ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. ചെറിയ ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ വേദന മാറുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ അതിന് സമ്മതിച്ചു. ഈ മാസം 12-ാം തീയതിയായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാലിന്റെ നിറം മാറിയതും മരവിച്ചതും ശ്രദ്ധയിൽപ്പെട്ട ബന്ധുക്കൾ ഇക്കാര്യം ഡോക്ടർമാരെ അറിയിച്ചു. രാത്രി വിദഗ്ധ ചികിത്സ നൽകാൻ സാഹചര്യമില്ലാത്തതിനാൽ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുവാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അന്ന് രാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവരെ കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ശസ്ത്രക്രിയയിൽ കാലിന്റെ ഞരമ്പ് മുറിഞ്ഞത് കണ്ടെത്തിയത്. തുടർ ചികിത്സകൾക്കായി ഇതിനകം 3 ശസ്ത്രക്രിയകൾ പാർവതിക്ക് നടത്തി. ഇപ്പോഴും നഷ്ടമായ ചലനശേഷി തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഈ ഞരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയുന്നത്. അപ്പം നമ്മൾ അതിന് മുന്നേ നമുക്ക് അറിയില്ലല്ലോ ഞരമ്പ് മുറിഞ്ഞിട്ടാണ് ഇത് കാലിങ്ങനെ ആയതെന്ന്. കാരണം ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയതാണ്. ചെറിയ കാല് കുത്തുമ്പോൾ ചെറിയ വേദന ഉള്ളായിരുന്നു. ഇത് ശരിയാവുമെന്ന് ഒരു ഉറപ്പ് പറയില്ല. ഓരോന്ന് പറ്റിയല്ലേ, അങ്ങനെ എത്ര ആൾക്കാർ പാട് ചെയ്യണ്ട, എല്ലാവർക്കും ഇത് പറ്റൂലേ. മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതരുടെ അശ്രദ്ധയും അനാസ്ഥയുമാണ് പാർവതിയുടെ കാലിന്റെ ചലനശേഷി ഇല്ലാതാക്കിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. ചെറിയൊരു കാലുവേദന മാറ്റാൻ ശസ്ത്രക്രിയയ്ക്കായി നടന്നുപോയ രോഗിക്ക് കാലിന്റെ ചലനശേഷി തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും കുടുംബം പറയുന്നു. ഇൻഷുറൻസ് സൗകര്യം ലഭിച്ചിട്ടില്ലെന്നും ഇതിനകം ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവാക്കി കഴിഞ്ഞുവെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി. എത്രങ്ങാനും പൈസ പോയത്. ഇപ്പം ഇന്നലെ 17,000 റുപ്യന്റെ മെഷീൻ ഇന്നലെ വാങ്ങിക്കൊടുത്തു. അവർക്ക് നീര് വലിക്കണ മെഷീൻ വെക്കണം എന്ന് പറഞ്ഞാണ്ട് അത് വാങ്ങിക്കൊടുത്തു. ഒരു പറയണ ഇങ്ങനെ കൊണ്ടു കൊടുക്കണ്ടേ, ഓപ്പറേഷന്റെ സാധനങ്ങൾ വാങ്ങാൻ മാത്രം. ഒരു പറഞ്ഞു ഇൻഷൂർ കാർഡിലൊന്നും തരാൻ പറ്റില്ല. സ്കാനിങ്ങിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് പറയുന്നത് നരമ്പ് കട്ടായിട്ട് അവിടെ മടക്കി സ്റ്റാപ്ലർ അടിച്ച് വെച്ചാണ് പറഞ്ഞു. പരാതി DMOയ്ക്ക് പരാതി കൊടുക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തലസ്ഥാനത്ത് വൻ ലഹരിമരുന്ന് വേട്ട. തിരുവനന്തപുരം പൂന്തുറയിൽ പാഴ്സൽ കമ്പനി കേന്ദ്രീകരിച്ച് DRI നടത്തിയ മിന്നൽ പരിശോധനയിൽ 20 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടി. മുഖ്യ സൂത്രധാരനായ അൽത്താഫ് കസ്റ്റഡിയിൽ. 15 കോടി രൂപയിലധികം വില വരുന്ന ലഹരിമരുന്ന് മാലിയിലേക്ക് കടത്താനായിരുന്നു നീക്കമെന്ന് പോലീസ്.
കോഴിക്കോട് വടകരയിൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വെച്ച് സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ വയോധികൻ മരിച്ചു. മരിച്ചത് തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിംകുട്ടി. സംഭവത്തിന് കാരണം നിക്ഷേപത്തുക തിരികെ കിട്ടാത്തത് എന്ന് സൂചന. 10 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് തൃശൂരിൽ അറസ്റ്റിൽ. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി 36 വയസ്സുള്ള പ്രകാശിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ വിജയപുരിയിൽ ഭൂമിത്തർക്കത്തിന്റെ പേരിൽ കൂട്ടക്കൊലപാതകം. ഗോവിന്ദപുര ഗ്രാമത്തിൽ വെടിവെച്ച് കൊന്നത് ഒരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെടെ 6 പേര്. വാഴ 2 എന്ന സിനിമ സൗഹൃദത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും നല്ല പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. അനാവശ്യ വാശികൾ വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നും കൂടെയുള്ളവരെ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്നും സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സ്വാഭാവികമാണ്. എന്നാൽ ആ തെറ്റ് അംഗീകരിക്കാനും പരസ്പരം വിട്ടുകൊടുക്കാനും തയ്യാറാകുമ്പോഴാണ് സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും കൂടുതൽ ശക്തമാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.